നമസ്കാരം, NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പാലപ്പള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപത്താണ് പുലിയിറങ്ങിയത്. കുറുമാലിപ്പുഴയിലെ മൺചിറ നിർമ്മാണം നടക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ വരന്തരപ്പള്ളി പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഒമ്പതുങ്ങൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഞായറാഴ്ച ഇരിങ്ങാലക്കുട കാവനാട് രാമൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ വിദ്യാരാജഗോപാല മന്ത്രാർച്ചനയും ആധ്യാത്മിക സത്സംഗവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുകുന്ദപുരം താലൂക്ക് മൺപാത്ര കുടിൽ വ്യവസായ സഹകരണ സംഘം നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. പി ജയരാജൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. പുത്തൂർ ചോച്ചേരിക്കുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൂയ മഹോത്സവവും ആഘോഷിച്ചു. വർണ്ണക്കാഴ്ചയായി കാവടിയാട്ടം. വെണ്ടൂർ സെന്റ് മേരീസ് UP സ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പാലപ്പള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപത്താണ് പുലിയിറങ്ങിയത്. വീടിനു പുറകിലെ തോട്ടത്തിൽ നിന്നിരുന്ന പശുക്കുട്ടിയുടെ പകുതി ഭാഗവും ഭക്ഷിച്ച നിലയിലാണ്. വ്യാഴാഴ്ച പുലർച്ചെയാണ് പ്രദേശവാസികൾ പശുക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വനം വകുപ്പ് അധികൃത സ്ഥലത്തെത്തി. ആഴ്ചകൾക്ക് മുൻപ് എച്ചിപ്പാറ കുണ്ടായി വലിയകുളം പ്രദേശത്തും പുലിയിറങ്ങി പശുക്കളെ കൊന്നിരുന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്കും ആദിവാസി കോളനികൾക്കും സമീപത്തായി പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു തുടങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുന്ന പ്രദേശത്ത് പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. പുലിയിറങ്ങി പശുക്കളെ ആക്രമിക്കുന്നത് പതിവായ സാഹചര്യത്തിൽ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കുറുമാലിപ്പുഴയിലെ മൺചിറ നിർമ്മാണം നടക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ വരന്തരപ്പള്ളി പഞ്ചായത്തിലേക്കും മാർച്ചും ധർണയും നടത്തി. കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം മണ്ഡലം പ്രസിഡന്റ് EM ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ KL ജോസ്, പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മോളി ജോസഫ്, വിനയൻ പണിക്കവളപ്പിൽ, ഔസേബ് ചെരടായി, ഡേവി സക്കര, EA ഓമന, ബൈജു ഈന്തനച്ചാലി, ലൈസ ലിജോ, സുധിനി രാജീവ്, വാസുദേവൻ ആറ്റപ്പള്ളി, പഞ്ചായത്ത് അംഗങ്ങളായ ജോജോ പിണ്ടിയാൻ, രജനി ഷിനോയ്, രാധിക സുരേഷ്, ഷൈജു പട്ടിക്കാട്ടുകാരൻ, സുഹറ മജീദ് എന്നിവർ സന്നിഹിതരായി. ചിമ്മിനി ഡാമിൽ നിന്നും യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നതിനെതിരെ പഞ്ചായത്ത് ഭരണസമിതി നടപടിയെടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഒമ്പതുങ്ങൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഞായറാഴ്ച ഇരിങ്ങാലക്കുട കാവനാട് രാമൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ വിദ്യാരാജഗോപാല മന്ത്രാർച്ചനയും ആധ്യാത്മിക സത്സംഗവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്ര പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി ശ്രീകോവിൽ ചെമ്പോല പൊതിയുന്നതിനായുള്ള ധനസമാഹരണ കൂപ്പൺ വിതരണവും ഇതോടനുബന്ധിച്ച് നടക്കും. ക്ഷേത്രം തന്ത്രി ഏറന്നൂർ നാരായണൻ നമ്പൂതിരി ക്ഷേത്രം ട്രസ്റ്റ് മുൻ പ്രസിഡന്റ് PG ശിവൻകുട്ടിക്ക് കൂപ്പൺ നൽകി വിതരണ ഉദ്ഘാടനം നിർവഹിക്കും. മേൽശാന്തി മോഹനൻ എമ്പ്രാന്തിരി, കഴകക്കാരായ ഗിരിജൻ പിഷാരടി, പുഷ്പ പിഷാരസ്യാർ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് P പ്രഭാകരൻ, സെക്രട്ടറി P രാജീവ്, P ഭാസ്കരൻ, K നാരായണ മേനോൻ, PG ശിവൻകുട്ടി എന്നിവർ പങ്കെടുത്തു. മുകുന്ദപുരം താലൂക്ക് മൺപാത്ര കുടിൽ വ്യവസായ സഹകരണത്തിന്റെ ആസ്ഥാനമായ ചിറ്റിശ്ശേരിയിൽ സംഘം നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ P ജയരാജൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷനായി. ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് അംഗം KA രതീഷ് വിശിഷ്ടാതിഥിയായും, ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് അംഗം കമല സദാനന്ദൻ, നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു എന്നിവർ മുഖ്യ അതിഥികളായും പങ്കെടുത്തു. സംഘം പ്രസിഡന്റ് KC ദേവദാസൻ, സെക്രട്ടറി MK ചന്ദ്രൻ, പഞ്ചായത്ത് അംഗം VT വിജയലക്ഷ്മി, ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ് പ്രൊജക്ട് ഓഫീസർ S സജീവ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KM ബാബു, VP ഔസേബ്, KV മണിലാൽ,
VS വിദ്യാധരൻ, കോൺട്രാക്ടർ KV പൗലോസ് എന്നിവർ പ്രസംഗിച്ചു. അപ്പോൾ കാലാനുസൃതമായിട്ടുള്ള മാറ്റം വരുത്തണം. പക്ഷെ അതേസമയം ഖാദി മൂല്യം നിലനിർത്തുകയും വേണം. ഇപ്പോൾ ഖാദി തുണിയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം, എല്ലാം കൈകൊണ്ടാണ്. കൈത്തറി പോലും നൂലുണ്ടാക്കുന്നത് പവർ ലൂമിൽ, സ്പിന്നിങ് മില്ലിൽ നിന്ന് നൂലുണ്ടാക്കും. ഖാദി വസ്ത്രത്തെ സംബന്ധിച്ചുള്ള മൂല്യം നൂലുൽപാദനത്തിൽ കയ്യധ്വാനം, ചർക്കയിൽ നിന്നും നൂൽ തോൽക്കുക, അതിനെ അടിസ്ഥാനപ്പെടുത്തി തുണി നെയ്യുന്ന. ഇപ്പോൾ ഒരു നല്ല ഒരു സംരംഭം ഇവിടെ തുടങ്ങാൻ വേണ്ടി ഇവിടെ ഇതിൻ്റെ നിലവിലുള്ള ബോർഡും ഖാദി ബോർഡിൻ്റെയൊക്കെ മാർഗനിർദ്ദേശവും സഹായത്തോടു കൂടി ഇന്നിപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ഓഡിറ്റോറിയം, പരമശിവൻ ഓഡിറ്റോറിയം എന്ന് തന്നെ നാമകരണം ചെയ്യപ്പെട്ട ഓഡിറ്റോറിയം ഇന്നതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ വിഭാഗത്തിൽ കളിമൺ പാത്ര നിർമ്മാണം ഉപയോഗിക്കുന്ന വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാലക്കുടി, കുരുത്തിപ്പറമ്പ്, കരുവല്ലൂർ, മാപ്രാണം, ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ, ചിറ്റിശ്ശേരി, അറവക്കാട്, മണവക്കര എന്നീ പ്രദേശങ്ങളിലെ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ മെമ്പർഷിപ്പ് ചേർത്തി പുത്തൂർ ചോച്ചേരിക്കുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൂയ മഹോത്സവവും ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, മുളപൂജ, കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ, ശീവേലി എന്നീ ചടങ്ങുകൾ നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി വിജയൻ കാരുമാത്ര, മേൽശാന്തി MR സഹദേവൻ, അടിവാരം ഗണപതി കോവിൽ മേൽശാന്തി അശ്വിൻ M നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വിവിധ ദേശക്കാരുടെ വാദ്യമേളത്തോടെയുള്ള കാവടി വരവ് ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. പൂയ മഹോത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് രാജൻ മുളങ്ങാട്ടുകര, സെക്രട്ടറി ഷാജി മുരിയാടൻ, മുരളീധരൻ കാഞ്ഞിര, മറ്റു കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ അന്നദാനവും ഒരുക്കിയിരുന്നു. വെണ്ടോർ സെന്റ് മേരീസ് UP സ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ അധ്യക്ഷനായി. തിരക്കഥാകൃത്ത് ഹരി P നായർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രധാനാധ്യാപിക സ്മിത സെബാസ്റ്റ്യൻ, ഫസ്റ്റ് അസിസ്റ്റന്റ് GC ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ഏറ്റവും മെച്ചമായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സ്കൂളിൻ്റെ ആദ്യത്തെ സെലിബ്രേഷൻ ഇന്ത്യൻ സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ തിളങ്ങി നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ. ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ 15 വിദ്യാർത്ഥികൾ 1ാം സ്ഥാനവും 6 വിദ്യാർത്ഥികൾ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. മെയ് മാസം നേപ്പാളിൽ നടക്കുന്ന അന്താരാഷ്ട്ര യോഗാസന മത്സരത്തിലേക്ക് 15 വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തു. വിദ്യാലയത്തിൽ നടന്ന വിജയികൾക്കുള്ള അനുമോദന സഭ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാലയത്തിലെ യോഗ അധ്യാപിക KA ശ്രീജയെ ചടങ്ങിൽ MLA ആദരിച്ചു. ഡോക്ടർ A രാധാകൃഷ്ണൻ, KS സുഗേഷ്, TC തിലകൻ, സ്കൂൾ മാനേജർ C രാഗേഷ്, വൈസ് പ്രിൻസിപ്പൽ അജി വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ജലമണി പദ്ധതി നടപ്പിലാക്കാൻ നിർദ്ദേശം. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഉത്തരവ് പുറത്തിറക്കിയത്.
പൊതുപ്രവർത്തകനായ മുപ്ലിയം സ്വദേശി KG രവീന്ദ്രനാഥ് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. 2020 മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നെങ്കിലും കോവിഡിനെ തുടർന്ന് പദ്ധതി നടപ്പാക്കിയിരുന്നില്ല. ഇതേക്കുറിച്ച് രവീന്ദ്രനാഥ് കഴിഞ്ഞ ആഴ്ച മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പുതിയ ഉത്തരവിറക്കിയത്. കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അസംബ്ലി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പീരീഡ് അവസാനിക്കുമ്പോൾ ഒരു ബെല്ലടിക്കുമ്പോൾ എല്ലാ കുട്ടികളും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വാട്ടർ ബോട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണം. ഇതിനെയാണ് ജലമണി എന്ന് പറയുന്നത്. വെള്ളം കൊണ്ടുവരാത്ത കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധികൃതർ ഇവർക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കണം. 2020 ഞാൻ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി കൊടുക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എത്രയും വേഗം പദ്ധതി നടപ്പിലാക്കിയതായി ഉറപ്പുവരുത്തണമെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ, RDD, AD, ഡയറക്ടറേറ്റ് പ്രിൻസിപ്പൽ എന്നിവർക്ക് മന്ത്രി V. ശിവൻകുട്ടി നിർദ്ദേശം നൽകി. സ്കൂൾ സമയത്ത് ക്രമമായ ഇടവേളകളിൽ ബെൽ മുഴക്കി കുട്ടികളെ വെള്ളം കുടിപ്പിക്കാൻ ശീലിപ്പിക്കുന്നതാണ് ജലമണി പദ്ധതി. രാവിലെ 10:30 ഉച്ചയ്ക്ക് 2 ബെൽ മുഴക്കി 5 മിനിറ്റ് വീതം പ്രത്യേക ഇടവേളകൾ അനുവദിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരാത്ത വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ ശുദ്ധജലം ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വെള്ളം ശരിയായ അളവിൽ കുടിക്കാത്തത് മൂലം കുട്ടികൾക്കുള്ള ക്ഷീണം, ദഹനക്കുറവ്, വൃക്കകളുടെയും മറ്റു അവയവങ്ങളുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാനാണ് ജലമണി പദ്ധതി നടപ്പിലാക്കിയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള എല്ലാ സ്കൂളുകളിലും പദ്ധതി നടപ്പിലാക്കാനാണ് ഉത്തരവ്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് ആലത്തൂരിലെ പാലക്കുഴി ലിഫ്റ്റ് ഇറിഗേഷൻ 2ാം ഘട്ട പ്രവർത്തനം പൂർത്തീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് അംഗം A. രാജീവ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത സുനിൽ, മുൻ പഞ്ചായത്ത് അംഗം TR ലാലു എന്നിവർ പ്രസംഗിച്ചു. 1.86 ലക്ഷം രൂപ ചെലവിലാണ് പൈപ്പ് ലൈൻ നീട്ടിയത്. ഉജ്ജീവനം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന മിഷൻ അനുവദിച്ച ഫണ്ട് മറ്റത്തൂർ പഞ്ചായത്ത് കുടുംബശ്രീ മുഖേന പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഗുണഭോക്താക്കൾക്ക് കൈമാറി. മറ്റത്തൂർ പഞ്ചായത്തിൽ 3ാം വാർഡിൽ താമസിക്കുന്ന PC വേലു, 11ാം വാർഡിൽ താമസിക്കുന്ന ശോഭന ഭരതൻ, 15ാം വാർഡിൽ താമസിക്കുന്ന രജിത എന്നിവർക്കാണ് നൽകിയത്. കുടുംബശ്രീ ചെയർപേഴ്സൺ സുനിത ബാലൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സനല ഉണ്ണികൃഷ്ണൻ, വാർഡ് അംഗം ദിവ്യ സുധീഷ്, സെക്രട്ടറി ശാലിനി, അസിസ്റ്റന്റ് സെക്രട്ടറി CV ശ്യാമള, ജൂനിയർ സൂപ്രണ്ട് പ്രദീപ് മേനോൻ, ബിൻഷി ബിനു, ഡിറ്റി എന്നിവർ പ്രസംഗിച്ചു. അതിദരിദ്രരെ ഉപജീവന മാർഗത്തിലൂടെ വരുമാനത്തിലെത്തിക്കാനും അതിദാരിദ്ര്യത്തിൽ നിന്നും ഒഴിവാക്കുന്നതിനുമായുള്ള സർക്കാരിന്റെ പദ്ധതിയാണ് ഉജ്ജീവനം. ആലുവ ശിവരാത്രിയോടനുബന്ധിച്ച് ആലുവ വരെ നീട്ടിയ സ്പെഷ്യൽ ട്രെയിന് പുതുക്കാട്, നെല്ലായി സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിച്ചു. മാർച്ച് 8 വെള്ളിയാഴ്ച രാത്രി 11:33 ട്രെയിൻ പുതുക്കാട് സ്റ്റേഷനിലും രാത്രി 11:39 നെല്ലായി സ്റ്റേഷനിലും എത്തിച്ചേരും. തിരിച്ച് മാർച്ച് 9 ശനിയാഴ്ച രാവിലെ ആലുവയിൽ നിന്ന് കണ്ണൂരിലേക്ക് പുറപ്പെടുന്ന ട്രെയിൻ രാവിലെ 5:15 പുറപ്പെട്ട് നെല്ലായിയിൽ രാവിലെ 6:13 പുതുക്കാട് രാവിലെ 6:19 എത്തിച്ചേരും. ഈ ട്രെയിനിന് പുറമെ മാർച്ച് 8 ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിന് മുള്ളൂർക്കര, ഒല്ലൂർ, നെല്ലായി, കൊരട്ടി, അങ്ങാടി സ്റ്റേഷനുകളിൽ മാർച്ച് 8 അധിക സ്റ്റോപ്പ് അനുവദിച്ചു. ആലുവ വഴി പോകുന്ന ഈ ട്രെയിൻ വൈകിട്ട് 6 പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും. പുതുക്കാട് ആലുവ യാത്രയ്ക്ക് 30 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ആമ്പല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്ന MD ജോർജ് അനുസ്മരണ സമ്മേളനം ആമ്പല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച സംഘടിപ്പിക്കും. ഉച്ചതിരിഞ്ഞ് 3 സൊസൈറ്റി ഹാളിൽ നടക്കുന്ന ചടങ്ങ് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്യും. സൊസൈറ്റിയുടെ മീറ്റിംഗ് ഹാളിന് MD ജോർജ് മെമ്മോറിയൽ മീറ്റിംഗ് ഹാളായി ചടങ്ങിൽ നാമകരണം നടത്തും. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് എന്നിവർ സന്നിഹിതരാകും. കൊടകര പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് TG അജോ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KV ഹരീന്ദ്രൻ, ലോനപ്പൻ കടമ്പോട്, ഡിനോ കൈനാടത്ത്, IR രാജൻ, കൊടകര ഉണ്ണി, PK നൌഷാദ് എന്നിവർ പ്രസംഗിച്ചു. പുതിയ പ്രസിഡന്റായി IR രാജനെയും സെക്രട്ടറിയായി കൊടകര ഉണ്ണിയെയും വൈസ് പ്രസിഡന്റായി ഡിനോ കൈനാടത്തിനെയും PK നൌഷാദിനെ ജോയിന്റ് സെക്രട്ടറിയായും TG അജോയെ ട്രഷററായും തെരഞ്ഞെടുത്തു.
ആമ്പല്ലൂർ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി ഫെബ്രുവരി 25 ഞായറാഴ്ച സൗജന്യ നേത്ര പരിശോധന തിമിരനിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. മണ്ണമ്പേട്ട ആമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ് നടക്കുക. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. പ്രസിഡന്റ് PO ജോൺസൺ അധ്യക്ഷത വഹിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പറുകൾ ആദ്യം 9995990800, അടുത്ത നമ്പർ 9809143906. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായുള്ള ബൊക്കോഷി ബക്കറ്റ് ആവശ്യമുള്ള ഗുണഭോക്താക്കൾ തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മുൻപായി പഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ മുൻപാകെ അപേക്ഷ സമർപ്പിക്കണം. ആധാർ കാർഡ് പകർപ്പ്, റേഷൻ കാർഡ് പകർപ്പ്, വീടിന്റെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, ഹരിതകർമ്മസേന യൂസർ ഫീ കാർഡ് പകർപ്പ് എന്നീ രേഖകളും അപേക്ഷയോടൊപ്പം വേണം. അംഗീകരിക്കപ്പെടുന്ന ഗുണഭോക്താക്കൾ 285 രൂപ ഗുണഭോക്തൃ വിഹിതം അടയ്ക്കേണ്ടതാണ്. 5 സെന്റിൽ താഴെ ഭൂമിയുള്ളവർക്ക് മുൻഗണന. വിദേശത്ത് ജോലി തേടുന്നവർക്കായുള്ള നോർക്കയുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ക്യാമ്പ് ഫെബ്രുവരി 28 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. അപേക്ഷകർ ഓൺലൈനായി www.norcaroots.org വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ഫോൺ 0484 2371 810 കല്ലേറ്റുങ്കര കെ കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ലെക്ചർ ഇൻ ഫിസിക്സ് തസ്തികയിലെ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. യോഗ്യത MSc ഫിസിക്സ്, B.Ed അഭികാമ്യം. താല്പര്യമുള്ളവർ ഈ മാസം 26 10 മണിക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇന്റർവ്യൂവിനായി കോളേജിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 048 2027 2074 9747409633 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5750 രൂപയും പവന് 46,000 രൂപയും രേഖപ്പെടുത്തി. വരാക്കര തട്ടിൽ മാപ്രാണത്തുകാരൻ ഡേവിസ് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആനിയാണ് ഭാര്യ. ജൂലി, ജിനി എന്നിവർ മക്കളും. ജോൺസൺ, ജോബി എന്നിവർ മരുമക്കളുമാണ്. തൃക്കൂർ പെരിഞ്ചേരി വീട്ടിൽ രവി അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഷീജയാണ് ഭാര്യ. വർഷ, ഡോക്ടർ ശിഖ എന്നിവർ മക്കളും. വൈശാഖ് മരുമകനുമാണ്. പുതുക്കാട് തെക്കേത്തുറവ് കണ്ണനായ്ക്കൽ പാല്യക്കര കുറ്റിക്കാടൻ തോമക്കുട്ടി ഭാര്യ ത്രേസ്യ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. കൊച്ചു ത്രേസ്യ, അൽഫോൺസ, റോസിലി, ഷീബ, ജോസ്, ലിസി എന്നിവർ മക്കളും. ഡേവിസ്, ജോയ്, ജോളി, ജോഷി, പരേതരായ വർഗീസ്, ജോസ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പാലപ്പള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപത്താണ് പുലിയിറങ്ങിയത്. കുറുമാലിപ്പുഴയിലെ മൺചിറ നിർമ്മാണം നടക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ വരന്തരപ്പള്ളി പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഒമ്പതുങ്ങൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഞായറാഴ്ച ഇരിങ്ങാലക്കുട കാവനാട് രാമൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ വിദ്യാരാജഗോപാല മന്ത്രാർച്ചനയും ആധ്യാത്മിക സത്സംഗവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുകുന്ദപുരം താലൂക്ക് മൺപാത്ര കുടിൽ വ്യവസായ സഹകരണ സംഘം നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. P. ജയരാജൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. പുത്തൂർ ചോച്ചേരിക്കുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൂയ മഹോത്സവവും ആഘോഷിച്ചു. വർണ്ണക്കാഴ്ചയായി കാവടിയാട്ടം. വെണ്ടൂർ സെന്റ് മേരീസ് UP സ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു.
ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.